നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. വാഹനത്തിൻ്റെ ഷോക്ക് അബ്സോർവർ കംപ്ലൈൻ്റ് ആകുന്നത് ഒരു സാധാരണ കാര്യമാണോ? അതായത് വളരെ കുറച്ച് കിലോമീറ്റർ ഓടിയൊരു വാഹനത്തിൻ്റെ ഷോക്ക് അബ്സോർവർ കംപ്ലൈൻ്റ് ആയി, അങ്ങനെ ആകുമോ? 100% വരും. പക്ഷേ നമ്മൾ കിലോമീറ്റർ മാത്രം നോക്കുന്നുള്ളൂ, വർഷം നോക്കുന്നില്ല. ഇതുപോലൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്നത് ബീസ്റ്റ് 100 എന്നുള്ള പേരിലാണ് കിടക്കുന്നത്. സ്വിഫ്റ്റ് 2016 ആണ് വണ്ടി. 30,000 കിലോമീറ്റർ ഓടി. സസ്പെൻഷൻ സൗണ്ട് വന്നപ്പോൾ സർവീസ് സെൻറ്ററിൽ കാണിച്ചു, 2 ഷോക്കും മാറണമെന്ന് പറഞ്ഞു. ഇത്രയും പെട്ടെന്ന് ഷോക്ക് കംപ്ലൈൻറ്റ് ആകാൻ സാധ്യതയുണ്ടോ? പ്ലീസ് റിപ്ലൈ നോട്ട് റഫ്യൂസ്ഡ്. അതായത് ഈ സബ്സ്ക്രൈബർ റഫ്യൂസ് ചെയ്തിട്ടില്ല, അതായത് വളരെ നോർമലായിട്ടാണ് വാഹനം ഓടിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ തുടക്കമുള്ള കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതായത് 2016 വാഹനമാണിത്. 17, 18, 19, 20, 21, 22, 23 7 വർഷമായിട്ടുണ്ട് ഈ വാഹനം എടുത്തിട്ട്. വാഹനം ഓടിയിരിക്കുന്നത് 30,000 കിലോമീറ്റർ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൻ്റെ പാർട്സുകളുടെ വർക്കിംഗ് വളരെ കുറവാണ്. പ്രത്യേകിച്ച് റഫ്യൂസ് ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം, നമ്മൾ ശരിക്കും പറഞ്ഞാൽ വാഹനം റഫ്യൂസ് ചെയ്യാൻ പാടില്ല എന്നാരും പറയുന്നില്ല. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം, വാഹനം ഇടയ്ക്കെങ്കിലും വല്ലപ്പോഴുമെങ്കിലും നമ്മുടെ വാഹനം നല്ല ഗട്ടറുള്ള വഴി കൂടെയൊക്കെ ഒന്ന് ചാടിച്ച് പോകണം. കാരണം നമ്മൾ എത്ര പൊന്നുപോലെ കൊണ്ട് നടക്കുന്ന വാഹനമാണല്ലോ, അതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ഒന്ന് അനങ്ങണം, വർക്ക് ചെയ്യണം. അത് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ സ്മൂത്തായിട്ട് പോയെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇടയ്ക്കെങ്കിലും ഞാൻ എൻ്റെ സെലീറി ആയിട്ടൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ നല്ല ഗട്ടർ റോഡിലൊക്കെ ചുമ്മാ എടുത്തിട്ട് അലക്കി അങ്ങ് പോകും. വേറൊന്നും കൊണ്ടല്ല, ഇത് ഇടയ്ക്കെങ്കിലും ഒന്ന് വർക്ക് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിന് അതുപോലെ കംപ്ലയിൻറ്റ്സ്, അതായത് വാഹനത്തിൻ്റെ പാർട്സുകൾക്ക് കംപ്ലയിൻറ്റ് വരും. ഈ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ നമ്മൾ വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് വർക്ക് ചെയ്യണം, അല്ലാതെ ഷോക്ക് പോലും അനങ്ങാത്ത രീതിയിൽ നമ്മൾ വാഹനം ഓടിച്ചാൽ അതൊരു കംപ്ലയിൻറ്റ് വരും. ഈ ഷോക്ക് അനങ്ങാതിരുന്ന് കഴിഞ്ഞാൽ അതിനകത്തുള്ളൊരു ഓയിൽ സർക്കുലേഷനാണ് ശരിക്കും പറഞ്ഞാൽ, ഒരു വാൽവാണ് വരുന്ന, ആ വാൽവ് സ്റ്റക്കായി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെ സ്റ്റക്ക് ആകുമ്പോഴത്തേക്കാണ് നമ്മുടെ ഈ ഷോക്ക് വർക്ക് ചെയ്യാതെ വരുന്നത്. പിന്നെ ഇതിനകത്ത് ഈ ഒരു കംപ്ലയിൻറ്റ് വരുന്നതിൻ്റെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വാഹനം എവിടെയെങ്കിലും കൊണ്ടുപോയി ലിഫ്റ്റിൽ പൊക്കി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അത് പ്രത്യേകിച്ച് നമ്മൾ വാഷ് ചെയ്യാനൊക്കെ കൊടുക്കുന്ന സമയത്ത് അവർക്കറിയാതെ അവരിത് ലിഫ്റ്റേ പൊക്കി കഴിയുമ്പോൾ ടയർ ഫ്രീ ആയിട്ട് തൂങ്ങി നിൽക്കും. അങ്ങനെ ഒരു 10 മിനിറ്റോളം കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ടിലത്തെ ഷോക്ക് ഹാർഡായി പോകും, കല്ല് പോലെയാവും. നമ്മളൊരു ചെറിയൊരു കട്ടറൊക്കെ ചാടിയാൽ പോലും നമുക്ക് വാഹനത്തിനകത്തോട്ട് ഈ ഫുള്ള് ചാട്ടം വരും. ഷോക്ക് അബ്സോർവർ വർക്ക് ചെയ്യാത്തൊരു ഫീൽ നമുക്ക് വരും. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട, വാഹനത്തിൻ്റെ ഷോക്ക് അബ്സോർവർ മാറ്റി വിടുക എന്ന് മാത്രം ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. കാരണം വേറെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അത് ക്ലിയർ ആകാൻ പോകുന്നില്ല. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഷോക്ക് മാറി വിടുക എന്നുള്ളതാണ് ഏറ്റവും അഡ്വൈസബിൾ ആയിട്ടുള്ളൊരു കാര്യം. അപ്പം ഇങ്ങനെ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു കാരണവശാലും നമ്മൾ വാഹനത്തിൻ്റെ ഒരു ടയർ ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ വാഹനത്തിനൊന്ന് വാഷ് ചെയ്യാനൊക്കെ കയറ്റുമ്പോൾ അവരോട് ലിഫ്റ്റേ പൊക്കി കഴിഞ്ഞാൽ ഇതിന് ടയർ ഫ്രീ ആയിട്ട് പൊങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 100% പോയിരിക്കും. ഇനി ഇത് കാണുന്ന ആൾക്കാരുടെ വാഹനം ഇതുപോലെ ഒരിടത്തും കൊണ്ടുപോയി പൊക്കി ഇടാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിലും ഇത് പോകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ വാഹനം ഓട്ടം കുറവാണെങ്കിലും ഇതുപോലെ അനങ്ങാതെ വന്നാലും ഈ പറഞ്ഞ സെയിം പ്രശ്നം കാണിക്കും. അതുകൊണ്ട് ഇനി തൊട്ടെങ്കിലും നിങ്ങളുടെ വാഹനം ഇടയ്ക്കെങ്കിലും നല്ല ഗട്ടറിലൊക്കെ കൊണ്ട് ചാടിച്ചോ, ഏറ്റവും നല്ലതാണ്.